ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അരുക്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ പുരാതനമായ വെളിപ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു തറവാട് വീടിൻ്റെ മുൻവശത്താണ്. ഏതാണ്ട് ഒരു 140 വർഷത്തോളം പഴക്കമുള്ള ഒരു പഴയ വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. കാലോചിതമായിട്ട് ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വീടിനകത്തേക്ക് കിടക്കാം. ഈ വീടിനകത്ത് പഴയ ആ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പൂമുഖമാണ്. 4 കെട്ട് നടുമുറ്റം എന്ന് പറയുന്ന ആ ഒരു സംസ്കാരിത ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ഈ 4 കെട്ട് നടുമുറ്റത്തുകൂടെ ഞങ്ങൾ ഇന്ന് വന്ന് ഈ ഭാഗമെല്ലാം കണ്ടതിന് ശേഷം ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു. ആയതിനു ശേഷം ഈ വീടിന് ഒരു സവിശേഷതയുണ്ട്. ഒരു പത്താഴപ്പുരയുണ്ട്. പത്താഴപ്പുര എന്ന് പറഞ്ഞാൽ ആർക്കും ഇപ്പോഴത്തെ ഈ ജനറേഷൻ ആളുകൾക്കൊന്നും അറിയില്ല. പഴയ കാലത്ത് നെല്ല് സംഭരിക്കുന്ന ഒരു അറയാണ്. അത് വീടിനകത്ത് വീടിൻ്റെ തറയിൽ നിന്ന് താഴേക്ക് ആക്കി ആണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗൃഹനാഥൻ ബഹുമാന്യനായ അമ്മുണ്ണി അവറുകൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. ബാപ്പ നമസ്കാരം. ഇത് എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഇബാദ് റഹ്മാൻ്റെ പിതാവാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് അമ്മുണ്ണി എന്നാണ്. അമ്മുണ്ണി സാറ് P&D ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. അതിനു മുമ്പ് ഇന്ത്യൻ എയർഫോഴ്സിൽ ഏതാണ്ട് 8 വർഷക്കാലം ജോലി ചെയ്ത 18 വർഷക്കാലം ജോലി ചെയ്ത ആളാണ്. ഈ കുടുംബം അദ്ദേഹത്തിൻ്റെ പിതാവായിട്ട് നിർമ്മിച്ചുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇദ്ദേഹത്തിന് വെറും 6 മാസം പ്രായമുള്ളപ്പോൾ ആണ് അദ്ദേഹത്തെ വിട്ടു പോയത്. ഈ പിതാവിൻ്റെ ആ ഓർമ്മകളും ഈ ഗൃഹാതുരത്വവും എല്ലാം നിലനിർത്തിക്കൊണ്ട് ഇദ്ദേഹം ഈ വീട് നിന്നും സംരക്ഷിച്ചു പോരുകയാണ്. ഇതിനടുത്ത് ഉള്ള പത്താഴപ്പുരയാണ്. ഇതെന്താണ് പാപ്പ? ഇത് പണ്ട് കാലങ്ങളിൽ തേങ്ങ ഇത് പണ്ട് കാലങ്ങളിൽ തേങ്ങ സംഭരിച്ചിരുന്ന ഇതിൻ്റെ അടപ്പ് മാറ്റണം അല്ലേ? ഒയ്യോ, അത് വേണ്ട പാപ്പ, അത് ഒക്കെ മാറ്റുക വലിയൊരു ചടങ്ങാണ്. അത് മാറ്റണ്ട. തേങ്ങ സംഭരിച്ചിരുന്ന ഒരു അറയാണിത്. തേങ്ങ അറ എന്ന് പറയും. ഓ, ഇതിനകത്തേക്കൊക്കെ ഉണ്ട് അല്ലേ? ഇതിലൊരു 100-400 തേങ്ങയൊക്കെ കൊള്ളൂ അല്ലേ? കൊള്ളും. ഇനി നമുക്ക് നെല്ല് സംഭരിക്കുന്ന ആ അറയും കൂടി ഒന്ന് കാണാം. നെല്ല് സംഭരിക്കുന്ന അറ ഇങ്ങോട്ട് വരുമ്പോഴാണ്. ഈ നെല്ല് സംഭരിക്കുന്ന അറ എന്ന് പറഞ്ഞാൽ ഇതും നല്ലൊരു ഓളിയമാണ്. ആ അറ കണ്ടോ? പത്താഴപ്പുരയും എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഇന്നത്തെ കാലത്തുള്ള ഒരു വീട് പണിയാനുള്ള തടികളെല്ലാം ഇതിനകത്ത് കൊണ്ട് ഈ വീടിൻ്റെ മച്ച് മാത്രമുണ്ട്. വളരെ ഹൃദ്യമായ ആ തനിമയോടും അലങ്കാരങ്ങളോടും കൂടി അന്നത്തെ തച്ചന്മാർ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രാചീന സൗന്ദര്യമാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പാനലിംഗ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഡൈ മെഷീനൊക്കെ വെച്ചിട്ടാണ്. അന്നൊക്കെ തച്ചന്മാർ ഇത് സ്വന്തം കൈകളാൽ നിർമ്മിച്ചിരിക്കുന്ന ആ പാട്ടവ്യമാണ് ഈ കാണുന്നത്. ഇതൊക്കെ എന്ത് മരമാണ് പാപ്പ? അതറിയില്ല. എന്താണെങ്കിലും ഈ കൊത്തുപണികളെല്ലാം കാണേണ്ടത് തന്നെയാണ്. ഈ മരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ദൃശ്യ അലങ്കാരങ്ങളെല്ലാം. ഞങ്ങൾ ഈ വീടിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഒന്ന് കടക്കുകയാണ്. ഈ വീടിൻ്റെ അടുക്കള ഭാഗമാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഈ അടുക്കള ഭാഗം ഇപ്പോൾ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ അടുക്കള ഭാഗത്ത് ഈ അടുക്കളയൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന അടുക്കളയാണ്. ആ സ്റ്റോർ റൂമൊക്കെ ഉണ്ട്.
ഈ ഒരു വീടിൻ്റെ ഭാഗങ്ങൾ കാണിക്കുമ്പോൾ ബാക്കി എല്ലാ ഭാഗങ്ങളും കാണിക്കണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഈ ഏരിയ എല്ലാം ഞാൻ കാണിക്കുന്നത്. ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഒരു പൂച്ചക്കുട്ടി എപ്പോഴും കൂടെയുണ്ട്. പൂച്ച ഇവിടെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് നടക്കുന്നത്. ധാരാളം പൂച്ചകൾ ഈ കോമ്പൗണ്ടിലുണ്ട്. ഈ വലിയ പറമ്പിൽ വീടിൻ്റെ ബാക്കി സറൗണ്ടിങ് ഏരിയ എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. ഞാൻ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരൻ നിസാർ ഭായി ഉണ്ട്. നിസാർ ഭായിയും ഞാനും കൂടിയാണ് ഇന്ന് ഇബാദ് റഹ്മാൻ അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ജോൺസൺ ഇൽപാലസ്.